ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പമ്പാഗണപതി പാരിന്റെ അധിപതി എന്ന സോങ്ങിന്റെ ഡാൻസ് ട്യൂട്ടോറിയൽ ആണ്. ഞാൻ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് 1 വർഷം മുമ്പേ പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന ഡാൻസ് സ്റ്റെപ്സുകളുടെ ട്യൂട്ടോറിയൽ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം വരുന്നത് ഒരു മ്യൂസിക് പോർഷൻ ആണ്. ആ ഫസ്റ്റ് വരുന്ന മ്യൂസിക് പോർഷൻ മുഴുവൻ ഞാൻ കളിച്ചിട്ടില്ല. അതിന്റെ പകുതിയിൽ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് മുതൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക. രണ്ട് കൈയിലും ഇങ്ങനെ ഈ 3 വിരൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് 1 2 ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ആദ്യം റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. റൈറ്റ് കൈ താഴെ, ലെഫ്റ്റ് കൈ മുകളില്. അപ്പൊ കൈകള് ഇങ്ങനെ പിടിക്കുക. അപ്പൊ റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മടമ്പില് കുത്തിയിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെയാണ്. ഇങ്ങനെ 1 ദെൻ നമ്മൾ കൈകൾ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ കാലുകളും തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നമ്മൾ സെയിം സ്റ്റെപ്പ് ലെഫ്റ്റ് സൈഡ് ചെയ്യുക. അപ്പൊ ലെഫ്റ്റ് കൈ താഴെ, റൈറ്റ് കൈ മുകളില്, ലെഫ്റ്റ് കാൽ ഇങ്ങനെ മടമ്പില് കുത്തി വെക്കുക. അപ്പൊ ഇങ്ങനെയാണ് 1 2 പിന്നെ കൈകളെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ശേഷം 1 2 2 തവണ മുന്നിലേക്ക് നടക്കുക. റൈറ്റ് കൈ മുന്നിലേക്ക് നീട്ടുക ആദ്യം. അപ്പൊ ലെഫ്റ്റ് കൈ നമ്മൾ ഇവിടെ വെക്കുക. റൈറ്റ് കൈ മുന്നിലേക്ക് നീട്ടുമ്പോൾ ലെഫ്റ്റ് കാല് മുന്നിലേക്ക് എടുത്ത് വെക്കുക. റൈറ്റ് കൈ ഇങ്ങനെയാണ്. അതിനുശേഷം റൈറ്റ് കൈ തിരിച്ചു കൊണ്ടുവരിക. ലെഫ്റ്റ് കൈ മുന്നിലേക്ക് നീട്ടുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് കാല് മുന്നിലേക്ക് വെക്കുക. അപ്പൊ എങ്ങനെയാണ്? 1 2 ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ലെഫ്റ്റ് കൈ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് റൈറ്റ് കൈ റൈറ്റ് കോർണറിലേക്ക് ചെറുതായിട്ടൊന്ന് നീട്ടി പിടിക്കുക. ജസ്റ്റ് ഒന്ന് നീട്ടി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ കറങ്ങാം. റൈറ്റ് കൈ റൈറ്റ് സൈഡിലേക്ക് നീട്ടി പിടിക്കുക. നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇങ്ങനെ കറങ്ങാം. 1 2 1 2 3 ഇങ്ങനെയാണ് ആ സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ ലൈൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. പമ്പാഗണപതി പാരിന്റെ അധിപതി. അപ്പൊ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പമ്പാഗണപതി. പമ്പാഗണപതി എന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് കൈ നമ്മുടെ ഇങ്ങനെ വായും മൂക്കും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക. റൈറ്റ് കൈ നമ്മൾ ഇങ്ങനെ മുകളില് ഇങ്ങനെ വെക്കാം. എന്നിട്ട് റൈറ്റ് കാല് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. ഓക്കെ. റൈറ്റ് കൈ ഇങ്ങനെ, ലെഫ്റ്റ് കൈ ഇവിടെ, റൈറ്റ് കാല് ലെഫ്റ്റ് സൈഡിലേക്ക്. അപ്പൊ പമ്പാഗണപതി. പിന്നെ പാരിന്റെ അധിപതി. പാരിന്റെ അധിപതി എങ്ങനെ ചെയ്യണം? നമ്മള് രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കുക. ലെഫ്റ്റിലും അങ്ങനെ തന്നെ പിടിക്കാം. എന്നിട്ട് റൈറ്റ് കൈ ഇവിടെ നെഞ്ചിന് നേരെയായിട്ട് പിടിക്കുക. ലെഫ്റ്റ് കൈ ഇവിടെ ഈ ഒരു എന്താ പറയാ ഇവിടെയായിട്ട് പിടിക്കുക. ഇങ്ങനെ താഴ്ത്തി പിടിക്കുക. റൈറ്റ് കൈ ഇങ്ങനെ തന്നെ പിടിക്കുക. പക്ഷെ ലെഫ്റ്റ് കൈ നമ്മൾ ഇങ്ങനെ തിരിച്ചു പിടിക്കുക. റൈറ്റ് കാൽ ലെഫ്റ്റ് കാലിന്റെ മുട്ടിന് മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. എന്താണ്? പാരിന്റെ അധിപതി. പിന്നെന്താണ്? കുംഭാർന്നുയരണം. രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് വായുടെ ഈ 2 സൈഡിലായിട്ട് വെക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക മുന്നിലേക്ക്. അപ്പൊ നമ്മൾ കാലുകള് വിരലുകളില് ഇങ്ങനെ ചെയ്യുക. വിരലുകളിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. അപ്പൊ കൈകൾ ഇവിടെ വെക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കുംഭാർന്നുയരണം. പിന്നെന്താ? കൈകൾ രണ്ടും ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി 2 സൈഡിലേക്ക് ചരിച്ച് ഇങ്ങനെ കൊണ്ടുവരിക. അതിനനുസരിച്ച് നമ്മൾ കറങ്ങാം. അപ്പൊ എങ്ങനെയാണ്? ഞാൻ ആദ്യം മുതൽ കാണിക്കാം. പമ്പാഗണപതി പാരിന്റെ അധിപതി കുംഭാർന്നുയരണം. പിന്നെന്താണ്? എന്റെ
തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ. അതിലെങ്ങനെ ചെയ്യണം? നമ്മള് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക, മുഖത്തിന്റെ ഈ ഒരു സൈഡിലായിട്ട് പിടിക്കുക. എന്നിട്ട് ഈ ഒരു കൈ ഉണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. തുമ്പിക്കൈ എന്നല്ല പറയുന്നത്, അപ്പൊ ആ ഒരു രീതിയിൽ ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ. ജസ്റ്റ് കാലുകൾ ജസ്റ്റ് ഇങ്ങനെ പോവുക, എന്നിട്ട് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കാം. 1 2 3 ഇങ്ങനെ വന്ന് ഇരിക്കാം. കൈകൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മുടെ ബോഡി കൂടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് വരിക, പിന്നെ ഒന്ന് താഴേക്ക് വരിക. റൈറ്റ് സൈഡില് ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് ചെയ്യാം. തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ. പിന്നെന്താണ്? വിഘ്നങ്ങൾ. ഈ രണ്ട് കൈയും ആദ്യം ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് 3 തവണ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ നിൽക്കുക. ലെഫ്റ്റ് കാല് ഇങ്ങനെ വെക്കുക, റൈറ്റ് കാല് ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക. ചെറുതായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക. എന്നിട്ട് കൈ 1 2 3. പിന്നെ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം നെഞ്ചിൽ. അപ്പൊ അതിനെന്ത് ചെയ്യണം? നമ്മള് ജസ്റ്റ് ഈ ഒരു കൈ നമ്മുടെ ഹിപ്പിൽ വെക്കുക, അല്ലെങ്കിൽ ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മുടെ റൈറ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക, നെഞ്ചിൽ നേരെ പിടിക്കുക. എന്നിട്ട് 1 2 3 4 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കൈകൾ ആദ്യം കാണിച്ചു തരാം. മുകളിൽ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ മുകളിൽ കൊണ്ടുപോയി സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പൊ ജസ്റ്റ് നമ്മൾ സൈഡിലേക്ക് ചുരുങ്ങി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ മുകളിൽ കൊണ്ടുപോയിട്ട് താഴേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ കാലിന്റെ സ്റ്റെപ്പ് 1 2 3 4 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ് ആദ്യം നമ്മൾ റൈറ്റ് കാല് ചവിട്ടി, പിന്നീട് റൈറ്റ് കാലിനെ ജസ്റ്റ് ഒന്ന് അകലത്തിൽ വെച്ച് ചവിട്ടുക. പിന്നെ റൈറ്റ് കാല് അതിന്റെ ബാക്കിലായിട്ട് വെക്കുക, വിരലുകളിൽ കുത്തിയിട്ട്. പിന്നീട് വീണ്ടും റൈറ്റ് കാല് ചവിട്ടുക. അതിനുശേഷം നമ്മൾ ഈ കൈ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ലെഫ്റ്റ് കാല് ചവിട്ടുക, വീണ്ടും ലെഫ്റ്റ് കാല് കുറച്ച് അകലത്തിൽ ചവിട്ടുക. പിന്നെ റൈറ്റ് കാല് ബാക്കിൽ വിരലില് ഒന്ന് കുത്തിവെക്കുക, പിന്നീട് വീണ്ടും ലെഫ്റ്റ് കാല് ചവിട്ടുക. അപ്പൊ ഇങ്ങനെയാണത്. 1 2 3 4 1 2 3 4 ഇങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്പ് വരുന്നത്. പക്ഷെ ആ ഒരു മ്യൂസിക് സ്പീഡിലാണ് പോണത്. അപ്പൊ നിങ്ങൾ സ്പീഡിൽ ചെയ്യാം. ഇങ്ങനെ കുറച്ച് സ്പീഡില് ചെയ്യാം. പിന്നീട് വീണ്ടും സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പറ്റി ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ ഇങ്ങനെ കാണിക്കുക. ജസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് 1 2 ആ ഒരു രീതിയിൽ ചെറിയൊരു കാലിന് കൂടി മൂവ്മെന്റ് കൊടുക്കുക. റൈറ്റ് കാലെടുത്ത് വയ്ക്കുക, ലെഫ്റ്റ് കാല് അതിനോട് ചേർത്ത് വയ്ക്കുക. ഓക്കെ, എങ്ങനെയാണ്? പറ്റി ഇങ്ങനെ ചെയ്യുക. പിന്നെ നേരത്തെ പോലെ തന്നെ പാരിന്റെ അധിപതി. നേരത്തെ പമ്പാ ഗണപതിക്കാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ പാരിന്റെ അധിപതി എന്നുള്ള ആ ഒരു ലൈൻ വരുമ്പോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാം. പാരിന്റെ അധിപതി. പിന്നെ സെയിം സ്റ്റെപ്പ് തന്നെ ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ അവിടെ ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് നേരത്തെ നമ്മൾ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ ഇങ്ങനെയല്ലേ ചെയ്തത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ. ജസ്റ്റ് ഇങ്ങനെ ചെവി ആട്ടുമ്പോൾ ഇങ്ങനെ കാണിക്കുക. 2 കൈകള് സൈഡില് ഇങ്ങനെ വെക്കുക. ഒരുപാട് മുകളിൽ വെക്കരുത്. ആ ഒരു ചെവിയുടെ ആ ഒരു രീതിയിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മുന്നിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ ഒന്ന് വീശി കൊടുക്കുക. ചെവി ആട്ടണ പോലെ ഇങ്ങനെ ആട്ടുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കാലിനെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. 1 2 3 4 അപ്പൊ എന്താ പറയാ? ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ 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 വെക്കാതെ ജസ്റ്റ് ആ ഒരു ബെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ. പിന്നെ സെയിം സ്റ്റെപ്പ് തന്നെ പിന്നെ ചേർക്കണം. ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ അവിടെ ചെയ്യാം. ഓക്കെ, ആ ഒരു ആദ്യത്തെ പമ്പ ഗണപതി മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് മാറിയിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വരുന്ന ലൈനാണ് വേദാന്ത പൊരുളിനാധാരശീല. അതെങ്ങനെ ചെയ്യണം? നമ്മള് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക. നേരത്തെ നിന്ന പോലെ തന്നെ റൈറ്റ് കാലിങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് റൈറ്റ് കൈയുടെ ഈ ഒരു ചെറുവിരലുണ്ടല്ലോ
അതെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ലെഫ്റ്റ് കയ്യിൽ എഴുതും പോലെ കാണിക്കാം. വേദാന്ത പൊരുളിൽ ജസ്റ്റ് ഇങ്ങനെ കയ്യിലേക്ക് നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്ക്. വേദാന്ത പൊരുളിൽ പിന്നെന്താണ്? ആധാരശിലയെ. ജസ്റ്റ് എന്താ പറയാ, ഹിപ്പ് ചെറുതായിട്ടൊന്നിങ്ങനെ തിരിച്ചു കൊടുക്കുക. നമ്മൾ കാലിങ്ങനെയല്ലേ വെച്ചിട്ടുള്ളത്. അപ്പൊ ഹിപ്പ് എന്ത് ചെയ്യണം? ഈ കാല് ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. പിന്നീട് ഹിപ്പ് തിരിച്ച് ഒന്ന് ആ കാലിൽ ഇരുന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാലിന് ഇങ്ങനെ തിരിച്ചു വെക്കുക. എന്നിട്ട് ഈ കാല് വെച്ച് ഇങ്ങനെ തിരിക്കുക. അപ്പൊ കൈ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. റൈറ്റ് കൈ താഴെയായിട്ടും ലെഫ്റ്റ് കൈ മുകളിലായിട്ടും വെക്കുക. വേദാന്ത പൊരുളിൽ ആധാരശിലയെ ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം കാരുണ്യം കടൽ കൊണ്ട് അതെങ്ങനെ ചെയ്യണം? നമ്മുടെ ലെഫ്റ്റ് കൈ നമ്മള് ഇവിടെ തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കുക. ഈ ഒരു നമ്മുടെ മോതിരവിരലുണ്ടല്ലോ, അതിങ്ങനെ മടക്കി പിടിക്കുക. റൈറ്റ് കൈയിലും സെയിം മുദ്ര പിടിക്കുക. മുദ്രവിരൽ ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 1 2 പിന്നെ കൈ മാറ്റി പിടിക്കുക. എന്നിട്ട് വീണ്ടും 1 2 ഇങ്ങനെ ചെയ്യുക. 1 എന്താണ്? നമ്മുടെ റൈറ്റ് കൈയും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. 1 പിന്നെ 2 പിന്നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അതിനുശേഷം റൈറ്റ് കൈ മുകളിലും ലെഫ്റ്റ് കൈ താഴേക്ക് പിടിക്കുക. എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് കൈ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. എങ്ങനെയാണ്? കാരുണ്യം കടൽ കൊണ്ട് കലികാല പ്രഭുവേ. ഇങ്ങനെയാണ് അത് വരുന്നത്. ആദ്യം നമ്മൾ റൈറ്റ് കൈയിൽ ചെയ്തു, പിന്നെ റൈറ്റ് കൈ മുകളിൽ, പിന്നെ ലെഫ്റ്റ് കൈനെ കൊണ്ട് ചെയ്തു. റൈറ്റ് കൈ കൊണ്ട് ചെയ്യുമ്പോൾ റൈറ്റ് കാൽ ആദ്യം റൈറ്റ് സൈഡിലേക്ക് നീട്ടി പിടിക്കുക, പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് നീട്ടുക, പിന്നീട് ലെഫ്റ്റ് കാൽ റൈറ്റ് സൈഡിലേക്ക് നീട്ടുക, പിന്നീട് ലെഫ്റ്റ് സൈഡിലേക്ക് നീട്ടുക. അതിനുശേഷം എന്താണ്? കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ. അപ്പൊ എങ്ങനെയാണ്? ജസ്റ്റ് നമ്മളൊന്ന് മുന്നിലേക്ക് ഓടുക. ഈ കണ്ണിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് കൈകള് മുകളിലേക്ക് കൊണ്ടുപോവുക ഇങ്ങനെ. അപ്പൊ നമ്മൾ മുകളിലേക്ക് ഓടുക. കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ പിന്നെ ദുഃഖങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? ദുഃഖങ്ങളിൽ നമ്മൾ ജസ്റ്റ് 2 കൈകളും നെറ്റിയുടെ മുന്നിലായിട്ട് പിടിക്കുക, ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക, താഴെ കൊണ്ടുവരിക. പിന്നെന്താണ്? കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ. ജസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് വരിക. നമ്മൾ മുന്നിലേക്ക് പോയല്ലോ ആദ്യത്തെ സ്റ്റെപ്പിന്, അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ബാക്കിലേക്ക് വരിക. അപ്പൊ ഇങ്ങനെ കൈകൾ നേരത്തെ പിടിച്ച സെയിം മുദ്ര പിടിക്കുക. ലെഫ്റ്റ് കൈയുടെ മുകളിൽ റൈറ്റ് കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ആ ഒരു രീതിയില്ലേ, അതുപോലെ ചെയ്യാം. എങ്ങനെയാണ്? കണി കാണാൻ മുന്നിൽ ചെയ്യുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിലേക്ക് എത്തുമ്പോൾ അയ്യപ്പൻ കളവച്ചാർത്തണിയാൻ നിൽക്കുമ്പോൾ. ഇങ്ങനെ ചെയ്യാം. നമ്മൾ 2 കൈകൾ ഇങ്ങനെ പിടിക്കുക. ആദ്യം നമ്മൾ റൈറ്റ് സൈഡിൽ കൈകൾ ഇങ്ങനെ നീട്ടി പിടിക്കുക, പിന്നീട് ലെഫ്റ്റ് സൈഡിൽ നീട്ടി പിടിക്കുക, പിന്നീട് കൈകൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കറങ്ങി വരിക. അപ്പൊ കാലുകൾ എങ്ങനെ ചെയ്യണം? ആദ്യം റൈറ്റ് സൈഡിൽ ചെയ്യുക. റൈറ്റ് കാലെടുത്ത് വെക്കുക, ലെഫ്റ്റ് കാല് അതിന് പുറകിലായിട്ട് വിരലിൽ കുത്തി വെക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡ് ചെയ്യുക. ലെഫ്റ്റ് കാലെടുത്ത് വെക്കുക, റൈറ്റ് കാല് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് കറങ്ങി വരിക. അപ്പൊ കൈകൾ ഒരുമിച്ച് വരുമ്പോൾ ജസ്റ്റ് 1 2 3 ഇങ്ങനെ വരും. അതിനുശേഷം വരുന്നതാണ് നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്. അപ്പൊ അതിന് ഞാൻ ആ സോങ്ങിൽ 2 പേരായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരാള് താഴെ ഇങ്ങനെ ഇരിക്കും, ഒരാള് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാണ് ചെയ്തത്. നെക്സ്റ്റ് ലൈനിൽ മറ്റേ ആള് താഴെ ഇരുന്നു, ലെഫ്റ്റിൽ നിൽക്കുന്ന ആള് ജസ്റ്റ് ഇങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ 2 പേരായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അതുപോലെ ചെയ്യാം. ഒരാൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക, ഒരാൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ കൈകള് ഇങ്ങനെ വെക്കുക, എന്നിട്ട് റൈറ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക. അത് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടും ഇരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ നെഞ്ചിന് നേരെ ഇങ്ങനെ പിടിച്ചിട്ടും ഇരിക്കാം. അപ്പൊ നെയ്യഭിഷേകം സ്വാമിക്ക് എന്ന് പറയുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇരിക്കുക, 2 ആളായിട്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ. ഇനി സിംഗിൾ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലും ഫസ്റ്റ് ഒരു രീതിയിൽ ഇങ്ങനെ ഇരുന്നാൽ മതി. നെയ്യഭിഷേകം സ്വാമിക്ക്, അതിനുശേഷം
സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത്. ആദ്യം ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക, നെയ്യഭിഷേകം സ്വാമിക്ക്. പിന്നെ എണീച്ചിട്ട് എന്ത് ചെയ്യണം? പാലഭിഷേകം സ്വാമിക്ക്. ജസ്റ്റ് ഇങ്ങനെ മുന്നിലേക്ക് കാണിക്കുക, പാലഭിഷേകം സ്വാമിക്ക്. ഓക്കെ, അപ്പൊ അത് രണ്ടുപേരായിട്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ ഇരിക്കുക, അപ്പൊ റൈറ്റിൽ നിൽക്കുന്ന ആള് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന ആളുടെ തലയിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക, നെയ്യഭിഷേകം സ്വാമിക്ക്. അതിനുശേഷം ലെഫ്റ്റിൽ നിൽക്കുന്ന ആള് ഇരിക്കുക, റൈറ്റിൽ നിൽക്കുന്ന ആള് സെയിം സ്റ്റെപ്പ് ചെയ്യുക, പാലഭിഷേകം സ്വാമിക്ക്. ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം വരുന്നതാണ് തിരുവാഭരണം സ്വാമിക്ക്. 1 2 3 4 ഇങ്ങനെ വരും. 1 2 3 4 കാൽവെസ്റ്റ് 1 2 3 4. അപ്പൊ തിരുവാഭരണം സ്വാമിക്ക്. പിന്നെന്താണ്? തിരുവമൃതീർത്ഥം സ്വാമിക്ക്. ജസ്റ്റ് നമ്മൾ താഴെ ഇരിക്കുക, ലെഫ്റ്റ് കൈയുടെ മുകളിൽ റൈറ്റ് കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. അപ്പൊ നമ്മള് ലെഫ്റ്റ് കാല് മുന്നിൽ വെച്ചിട്ട് റൈറ്റ് കാലിന്റെ മുട്ടില് കുത്തിയിട്ട് ഇരിക്കാം. ഇനി അഥവാ റൈറ്റ് കാല് ഫ്രണ്ടിൽ വെച്ചിട്ട് ലെഫ്റ്റ് കാല് മുട്ടിൽ കുത്തിയിരിക്കുന്നതാണെങ്കിൽ അങ്ങനെയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ നിങ്ങൾ അങ്ങനെ ഇരിക്കാം. ഓക്കെ, അപ്പൊ തിരുവാഭരണം സ്വാമിക്ക്, തിരുവമൃതീർത്ഥം സ്വാമിക്ക് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. അതിനുശേഷം വരുന്നത് ഒരു മ്യൂസിക് പോർഷൻ ആണ്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് രണ്ട് കൈകളിലും ഇങ്ങനെ പിടിക്കുക, നെഞ്ചിന് നേരെ പിടിക്കുക. അതിനുശേഷം 1 എന്താണ്? നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് കുനിയാം. രണ്ട് കൈകളിലും ഇങ്ങനെ പിടിക്കുക, റൈറ്റ് കാല് നീട്ടി വെക്കാം മടമ്പിൽ കുത്തിയിട്ട്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? 1 2 പിന്നെ 3ക്ക് നമ്മൾ എന്ത് ചെയ്യണം? കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കണം. 3 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ച കാലുണ്ടല്ലോ, ജസ്റ്റ് തിരിച്ചിട്ട് ഇങ്ങനെ വെക്കുക, വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. ഇങ്ങനെയുള്ള കാല് തിരിച്ച് വിരലുകളിൽ കുത്തി വെക്കുക. നമ്മളപ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇരുന്ന കൈ ജസ്റ്റ് ഇങ്ങനെയാവും. നമ്മളകത്ത് ഇങ്ങനെയല്ലേ ഉള്ളത്, അതിനെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിക്കുക. ഓക്കെ, അതിനുശേഷം ലെഫ്റ്റ് കാല് ചവിട്ടുക, പിന്നീട് രണ്ട് കൈകളിലൂടെ തിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് താഴേക്ക് കുനിയാം. ഇപ്പൊ രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കാം, താഴേക്ക് കുനിയ. അപ്പൊ റൈറ്റ് കാല് മുന്നിലേക്ക് എടുത്തു വെക്കുക. ഓക്കെ, അതിനുശേഷം ലെഫ്റ്റ് കാല് ചവിട്ടുക, പിന്നീട് വീണ്ടും റൈറ്റ് കാല് ബാക്കിൽ കൊണ്ടുവയ്ക്കുക. ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇപ്പൊ നമ്മൾ 1 2 3 4 5 6 7 8 ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഇടയ്ക്ക് വരുന്ന ഈ ഓരോ ചവിട്ടില്ലേ, അതങ്ങ് ഒഴിവാക്കുക. കാരണം ഇത് പക്ക ക്ലാസിക്കൽ ഒന്നല്ലോ, നമ്മൾ സെമി ക്ലാസിക്കൽ ആയിട്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ ആ ഒരു ചവിട്ടൊക്കെ അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 1 2 3 4 ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി എന്താ പറയാ, അതുപോലെ ചെയ്യാൻ പറ്റുന്നവർ അതുപോലെ തന്നെ ചെയ്യണേ. ഞാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ് പറഞ്ഞത്. ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ എങ്ങനെ ചെയ്യണം? ജസ്റ്റ് 1 കൈകള് നേരത്തെ പോലെ ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം ഈ 2 ചവിട്ടണ്ട. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മുടെ ഈ കാലുണ്ടല്ലോ, അത് തിരിച്ചു വെക്കാം. തിരിച്ച് വിരലുകൾ കുത്തി വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കൈ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. അതിനുശേഷം കൈകൾ തിരിച്ചിവിടെ കൊണ്ടുവരിക. റൈറ്റ് കാലെടുത്ത് മുന്നിലേക്ക് വെക്കുക, കൈ തിരിച്ചു കൊണ്ടുവരിക. അതിനുശേഷം റൈറ്റ് കാലെടുക്കുക, മുന്നിലേക്ക് മടമ്പിൽ കുത്തി നീട്ടി വെക്കുക. അപ്പൊ ഇവിടെയുള്ള രണ്ട് കൈ ഉണ്ടല്ലോ, നീട്ടിയിട്ട് താഴേക്ക് ഇങ്ങനെ പിടിക്കാം. അതിനുശേഷം റൈറ്റ് കാല് തിരിച്ചു കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ റൈറ്റ് സൈഡിൽ തന്നെ സെയിം സ്റ്റെപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ തന്നെ സെയിം സ്റ്റെപ്പ് ചെയ്യുക. കാരണം ആ സ്റ്റെപ്പ് 2 തവണ ചെയ്യണം. ഇനി അഥവാ നിങ്ങൾ റൈറ്റും ലെഫ്റ്റും മാറി മാറി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം റൈറ്റിൽ ചെയ്യുക, പിന്നീട് ലെഫ്റ്റിൽ ചെയ്യുക. ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 ഇങ്ങനെ വരും. അതായത് ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് 8 സ്റ്റെപ്പ് ചെയ്യുന്നവർക്ക്. ഇനി 4 സ്റ്റെപ്പ് ചെയ്യുന്നവർക്ക് 1 2 3
4. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, റൈറ്റിലും ലെഫ്റ്റിലും മാറി മാറി ചെയ്യാൻ പറ്റുന്നവർ റൈറ്റിലും ലെഫ്റ്റിലും മാറി മാറി ചെയ്യുക. ഏതവ റൈറ്റിൽ മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ റൈറ്റിൽ മാത്രമായിട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൈകൾ ഇങ്ങനെ പിടിക്കാം, രണ്ട് കൈകളിലും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് 1 നമ്മൾ ഈ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പൊ കാലുകൾ ജസ്റ്റ് ഇങ്ങനെ ഉയർത്തുക, എന്നിട്ട് താഴ്ത്തുക, ജസ്റ്റ് ഉയർത്തുക, താഴ്ത്തുക. ഓക്കെ, എങ്ങനെയാണ് 1 2 3 4 ഇങ്ങനെ വരും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ രണ്ട് സൈഡിലും ചെയ്യണം. അത് നമ്മൾ റൈറ്റിലാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് റൈറ്റിൽ നോക്കുക, പിന്നീട് ഫ്രണ്ടിലേക്ക് നോക്കുക, പിന്നീട് ലെഫ്റ്റിലേക്ക് നോക്കുക. ഈ ഒരു കൈ ഇവിടെ വരുമ്പോ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇവിടെ വരുമ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, പിന്നീട് വീണ്ടും കൈകള് ആദ്യത്തെ രീതിയിൽ കൊണ്ടുവയ്ക്കുക. അപ്പൊ നമ്മള് ഫ്രണ്ടിലേക്ക് നോക്കുക, പിന്നീട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റിൽ ചെയ്യണം. ലെഫ്റ്റിൽ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ലെഫ്റ്റിലേക്ക് നോക്കുക, പിന്നീട് ഫ്രണ്ടിലേക്ക് നോക്കുക, പിന്നീട് റൈറ്റ് സൈഡിലേക്ക് നോക്കുക, അതിനുശേഷം വീണ്ടും ഫ്രണ്ടിലേക്ക് നോക്കുക. കാലുകൾ ജസ്റ്റ് ഉയർത്തുക, താഴ്ത്തുക, ഉയർത്തുക, താഴ്ത്തുക. ഇനി ചെറിയൊരു ജമ്പ് അവിടെ ചെയ്യാൻ പറ്റിയത് നല്ലത്. 1 2 3 4 ജസ്റ്റ് ഇങ്ങനെ ഉയർത്തി താഴ്ത്തിയാലും മതി. ഇനി ചെറിയൊരു ജമ്പോട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് പന്തളരാജൻ. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക. നേരത്തെ നമ്മൾ ഇരുന്നില്ലേ, അതുപോലെ തന്നെ റൈറ്റ് കാല് ഇങ്ങനെ വിരൽ കുത്തിച്ചിരിക്കുക. കൈ, നമ്മളെ റൈറ്റ് കൈ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് മുകളിൽ കൊണ്ടുവന്ന് തിരിച്ച് ഇങ്ങനെ പിടിക്കുക. നേരത്തെ പിടിച്ചില്ലേ, സെയിം മുദ്ര പിടിക്കുക. പന്തളരാജൻ. പിന്നെ വൻപുലിമേലെ, അതെന്ത് ചെയ്യണം, നമ്മള് ലെഫ്റ്റ് കൈ നമ്മള് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് റൈറ്റ് കയ്യിൽ ഇതുണ്ടല്ലോ ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് കൈയുടെ മുകളിലായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പൊ എങ്ങനെയാണ്, പന്തളരാജൻ വൻപുലിമേലെ, പിന്നെ വന്നെഴുന്നള്ളും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനങ്ങി കൊടുക്കുക. നമ്മൾ ജസ്റ്റ് കാല് കൊണ്ട് അനങ്ങൊന്നും വേണ്ട, ജസ്റ്റ് നമ്മള് ഇങ്ങനെ ഒന്ന് കാണിക്കില്ലേ, നമ്മള് മൂവ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. വന്നെഴുന്നള്ളും. പിന്നെ മാമലയിൽ, മാമലയിൽ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ലെഫ്റ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക, റൈറ്റ് കൈയിൽ ജസ്റ്റ് ഇങ്ങനെ ചൂണ്ടുന്ന പോലെ ഇങ്ങനെ കാണിക്കാം. എന്നിട്ട് ലെഫ്റ്റ് കൈ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഇങ്ങനെ പിടിക്കുക, റൈറ്റ് കൈ നമ്മള് ഇവിടെ നെഞ്ചിന് നേരായിട്ട് പിടിക്കുക. നമ്മള് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക, കാല് സെയിം രീതിയിൽ തന്നെ വെക്കുക. വന്നെഴുന്നള്ളും മാമലയിൽ. ഓക്കെ, അപ്പൊ പന്തളരാജൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ. അതിനുശേഷം മകരവിളക്കിൽ, അവിടുന്ന് തന്നെ ഇങ്ങനെയുള്ള കൈയെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ച് നമ്മുടെ ഈ ഒരു കയ്യില് ഈ ഒരു മുദ്ര പിടിക്കാം. ആദ്യത്തെ വിരല്, ആദ്യത്തെ 2 വിരലുകൾ ഇങ്ങനെ പിടിക്കുക, മൂന്നാമത്തെ വിരല് താഴേക്ക് കൊണ്ടുവരിക, ബാക്കി 2 വിരൽ ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, മകരവിളക്കിൽ നമ്മള് ലെഫ്റ്റ് സൈഡാണുള്ളത്, അവിടുന്ന് വിളക്കിനെ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. മകരവിളക്കിൽ മഞ്ജുള നാളം മിഴിതെളിയാനായി കാണും. ജസ്റ്റ് കാലുകൊണ്ട് 1 2 3 4 ഇങ്ങനെ ചെയ്യാം. ലെഫ്റ്റിൽ നോക്കുക, റൈറ്റിൽ നോക്കുക, ലെഫ്റ്റിൽ നോക്കുക, റൈറ്റിൽ നോക്കുക. കൈകൾ ജസ്റ്റ് ഇങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യണേ. നമ്മള് മകരവിളക്കിൽ മഞ്ജുള നാളം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. ഓക്കെ, മഞ്ജുള നാളം. പിന്നീടാണ് ഇങ്ങനെ വരേണ്ടത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെയിം ലൈന് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതിന് സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. എന്താണ്, പന്തളരാജൻ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. പക്ഷെ പിന്നീട് എന്ത് ചെയ്യണം, വൻപുലിമേലെ നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പൊ അങ്ങനെയല്ല, ജസ്റ്റ് 2 കൈയിലും ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ അനങ്ങി കൊടുക്കുക. വൻപുലിമേലെ ഇങ്ങനെ അനങ്ങി കൊടുക്കുക. അപ്പൊ 2 പേരായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരാള് ആ വീഡിയോയിൽ ചെയ്ത പോലെ ഒരാള് താഴെ ഇരിക്കുക,
രണ്ടാമത്തെ ആള് മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാം. അതിന് സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സിംഗിൾ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? വൻപുലി മേലെ, അതിനുശേഷം വന്നും. അപ്പൊ നേരത്തെ നമ്മൾ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് ഇപ്പൊ അങ്ങനെയല്ല, ജസ്റ്റ് ഈ കയ്യില് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ കയ്യില് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വന്നെഴുന്നുള്ളൂ. നമ്മുടെ എന്താ പറയാ, പേര് തെളിക്കും പോലെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ താഴെ നിൽക്കുന്ന ആള് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. രണ്ടാളായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ താഴെ നിൽക്കുന്ന ആള് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ മാത്രം ചെയ്യുക, മുകളിൽ നിൽക്കുന്ന ആള് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, വന്നെഴുന്നള്ളു. പിന്നെ മാമലയിൽ, മാമലയിൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഈ ഒരു രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് 1 2 ആദ്യം റൈറ്റ് കൈ എടുത്തേക്കുക, പിന്നീട് അതിന്റെ മുകളിലായിട്ട് ലെഫ്റ്റ് കൈ എടുത്തേക്കുക. നമ്മൾ കാൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കുക, അല്ലാതെ പ്ലെയിൻ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുക, റൈറ്റ് കാൽ എടുത്തേക്കുക, ലെഫ്റ്റ് കാൽ ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. ഇങ്ങനെ മാമലയിൽ ഇങ്ങനെ ചെയ്യാം. പിന്നീട് സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം, നേരത്തെ ചെയ്തില്ലേ? മകരവിളക്കിൽ മഞ്ജുളനാളം മിഴിതെളിയാനായി കാണും ഞാൻ. ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. പിന്നീട് വരുന്നതാണ് അതൊന്നും എന്ത് ചെയ്യണം? നമ്മള് ജസ്റ്റ് ഇങ്ങനെ തൊഴിൽ നിൽക്കുക, ജസ്റ്റ് 1 2 കൈകൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പൊ കാല് ജസ്റ്റ് 1 2 3 4 1 2 3 4 1 2 നമുക്ക് ചവിട്ടിയിട്ടല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ എടുത്ത് വയ്ക്കാം. 1 2 3 4 1 2 3 4. അപ്പൊ കൈ എന്ത് ചെയ്യണം? ഈ ഒരു ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, പിന്നെന്ത് ചെയ്യണം? നമ്മളൊന്ന് റൗണ്ട് ചെയ്യാം. രണ്ട് കൈയിലും ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് റൈറ്റ് കാല് ബാക്കിലെടുത്ത് വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ 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 റൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സെയിം സ്റ്റെപ്പ് ചെയ്യുക. പിന്നീട് ശരണജപം എങ്ങനെ ചെയ്യണം? ജസ്റ്റ് ഇങ്ങനെ തുള്ളി കൊടുക്കുക. 1 2 3 4 ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, കയ്യിൽ ഇങ്ങനെ ശരണജപങ്ങളോട് നിൽക്കവേ. അപ്പൊ നെക്സ്റ്റ് വരുന്ന ലൈനാണ് ഒരു നെയ്ത്തിരിക്ക് പകരം നമ്മള് ആദ്യം റൈറ്റിൽ ചെയ്യുക. റൈറ്റിൽ ചെയ്യുമ്പോൾ റൈറ്റ് കാലിൽ തിരിഞ്ഞ് വയ്ക്കുക, ലെഫ്റ്റ് കാല് ഇങ്ങനെ വിരൽ കുത്തി വയ്ക്കുക, പിന്നീട് ലെഫ്റ്റ് കാലെടുത്ത് വയ്ക്കുക, റൈറ്റ് കാല് വിരൽ കുത്തി വയ്ക്കുക. അങ്ങനെ ചെറിയ ചെറിയ മൂവ്മെന്റ് കൊടുക്കണം നമ്മള്. അപ്പൊ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മള് കൈകൾ ആദ്യം റൈറ്റിൽ ചെയ്യുമ്പോൾ റൈറ്റ് കൈ താഴെയും ലെഫ്റ്റ് കൈ തലയ്ക്ക് മുകളിലായിട്ടും വയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴുക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് കൈ തലയുടെ മുകളിലായിട്ടും ലെഫ്റ്റ് കൈ താഴെയായിട്ടും, ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് അത് വരിക? പകരം പിന്നെന്താണ്? നരജന്മം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ജസ്റ്റ് കൈകൾ ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് താഴേക്ക് പോകുമ്പോൾ കൈയെ തിരിച്ച് താഴേക്ക് ഇങ്ങനെ വയ്ക്കാം. അപ്പൊ എങ്ങനെയാണ്? ഇങ്ങനെ വരിക, കൈയ്യ് താഴേക്ക് വരുമ്പോൾ തിരിച്ച് ഇങ്ങനെ വയ്ക്കുക. അപ്പൊ നമ്മൾ ലുക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് താഴേക്ക് നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് നമ്മൾ താഴേക്ക് നോക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. പിന്നെ വീണ്ടും അവിടുന്ന് സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരും. ഗണപതി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ചെയ്തില്ലേ ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യുക. എങ്ങനെയാണ്? ഗണപതി പാരിന്റെ അധിപതി കുമ്പാർന്നേറണ മന്ദിർ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ തീർക്കണം. ആ ഒരു സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. അതിനുശേഷം വരുന്നതാണ് നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്. അതിനെന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കുടം കയ്യിൽ പിടിക്കുന്ന പോലെ പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ചെയ്യുക. അതിനുശേഷം പാലഭിഷേകം സ്വാമിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കയ്യിലായിട്ട് ഇങ്ങനെ കുടം പിടിക്കുന്ന പോലെ പിടിക്കുക, എന്നിട്ട് താഴെ ജസ്റ്റ് ഇങ്ങനെ പാലഭിഷേകം, പാല് നമ്മുടെ ഈ കയ്യിലൂടെ ഒഴിക്കില്ലേ അതുപോലെ ഇങ്ങനെ ചെയ്യാം. പാലഭിഷേകം സ്വാമിക്ക്, ആദ്യം നെയ്യഭിഷേകം സ്വാമിക്ക്, പിന്നെ
പാലഭിഷേകം സ്വാമിക്ക്. സെയിം സ്റ്റെപ്പ്. തിരുവാഭരണം സ്വാമിക്ക്, തിരുവമൃതേതം സ്വാമിക്ക്. നമ്മൾ തിരുവമൃതേതം സ്വാമിക്ക് എന്ന് പറയുമ്പോൾ നമ്മള് ജസ്റ്റ് കാലുകളിൽ ഇരുന്നിട്ട്, താഴെ ഇരുന്നിട്ടാണല്ലോ ചെയ്തത്. പക്ഷെ ഇതിൽ ഇരിക്കണ്ട കേട്ടോ, കാരണം നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് നമ്മള് ഈ ഒരു ലാസ്റ്റ് ലൈനിൽ സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ നമ്മൾ ഇരിക്കണ്ട, ജസ്റ്റ് ഇവിടെ നിന്നിട്ട് തന്നെ ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം എന്താണ്, വീണ്ടും സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരും. അത് സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്. ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ജമ്പ് കൊടുക്കുക. ആദ്യം നമ്മള് റൈറ്റിലേക്ക് ജമ്പ് ചെയ്യുക, പിന്നെ നമ്മള് ലെഫ്റ്റിലേക്ക് ജമ്പ് ചെയ്യുക. റൈറ്റ് കാലം ഇങ്ങനെ എടുത്ത് വെക്കുക, ലെഫ്റ്റ് കാലം നമ്മുടെ ബാക്കിലായിട്ട് വെക്കുക. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ലെഫ്റ്റ് കാലത്ത് വെക്കുക, റൈറ്റ് കാലം ബാക്കിലായിട്ട് വെക്കുക. അപ്പൊ കൈകൾ ജസ്റ്റ് ആദ്യം ജമ്പ് ചെയ്യുമ്പോൾ രണ്ട് കൈകളും മുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ മുകളിൽ കൊണ്ടുപോവാം. പിന്നെ താഴേക്ക് ഇങ്ങനെ ഒഴുകും പോലെ കാണിക്കുക. അതിനുശേഷം ലെഫ്റ്റിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോവാം, പിന്നെ ഇങ്ങനെ ഒഴുകും പോലെ കാണിക്കുക. അപ്പൊ എങ്ങനെയാണ്, 1 2 ഇങ്ങനെ വരും. അഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, പിന്നെ തിരുവാഭരണം സ്വാമിക്ക്, പിന്നെ തിരുവമൃതേതം സ്വാമി. നമ്മൾ നേരത്തെ ഇരുന്നില്ലേ, അതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയ്യപ്പന്റെ ആ ഒരു പോസിൽ ഇരുന്ന് കൊടുക്കുക. ഈ കയ്യില് ഇങ്ങനെ പിടിക്കുക, നെഞ്ചിൽ നേരെ പിടിക്കുക. അപ്പൊ എന്താ പറയാ, ഇത്രയേ ഉള്ളൂ ട്യൂട്ടോറിയല്. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റെപ്സുകളും ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ.